വീണ്ടും നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. അവിടെ ആഭ്യന്തര കലാപം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ധാക്കയിലും ചിറ്റഗോങ്ങിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം തുടരുന്നു. അക്രമികളെ ഭാരതവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയാണ് ആക്രമണം നടത്തുന്നത്. മാധ്യമ സ്ഥാപനങ്ങളും അവാമി ലീഗ് പാർട്ടി ഓഫീസും അക്രമികൾ തീവച്ച് നശിപ്പിക്കുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കര സമുദ്ര അതിർത്തികളിൽ ഭാരതം പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, അതായത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു വെച്ചതാണ്, അവിടെ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കാണ് അവർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതായത് ഉന്നമിടുന്നത് ഭാരതത്തെയാണ്. ഭാരതത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക, ഹിന്ദുവേട്ട വീണ്ടും തുടങ്ങുക. അതായത് നേരത്തെ ഹിന്ദുവേട്ട അവിടെ വളരെ വലിയ വാർത്തയായി വന്നതാണ്. ആഭ്യന്തര കലാപത്തിനിടെയും ആരെയാണ് ഉന്നം വയ്ക്കുന്നത് എന്ന്. ഇപ്പോഴതും തുടരുകയാണല്ലോ, അല്ലേ? കൃഷ്ണ, ബംഗ്ലാദേശിൽ സർക്കാരുകൾക്കെതിരെയുള്ള ആഭ്യന്തര കലാപം എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവും പാഴ്സിയും സിഖും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും ഈ കലാപത്തിൻ്റെ മറവിൽ അതിക്രമം അഴിച്ചുവിടുകയാണ്. ഇന്നലെയും ഒരു ഹിന്ദു യുവാവ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ ആഭ്യന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻപ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച ഒരു പ്രതിഷേധമായിരുന്നു. അതൊരു അവസരമായി കണ്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് വൻ കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിച്ചത്. അതിൻ്റെ ഒരു തുടക്കം, ഒരു വലിയ കലാപത്തിൻ്റെ തുടക്കമാണിപ്പോൾ ബംഗ്ലാദേശിൽ ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ആദ്യം ധാക്കയിൽ പ്രതിഷേധം ആരംഭിക്കുന്നു, പിന്നീട് ധാക്കയും ചിറ്റഗോങ്ങും ഉൾപ്പെടെ ബംഗ്ലാദേശിൻ്റെ വിവിധ നഗരങ്ങളിലേക്ക് ആ പ്രതിഷേധം സംഘർഷമായി മാറുകയും വലിയ കലാപത്തിലേക്ക് അത് വഴിമാറിയിട്ടുണ്ട്. നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൂടാതെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിൻ്റെ പാർട്ടി ഓഫീസുകൾ, നിരവധി ഹിന്ദു വീടുകൾ, ക്ഷേത്രങ്ങൾ, ഇവയ്ക്ക് നേരെയെല്ലാം തന്നെ അക്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ നിലവിലെ സർക്കാരിനെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന തീവ്ര ഇസ്ലാമിസ്റ്റിൻ്റെ മരണമാണ്. ഇയാളെ ഡിസംബർ 12-ന് ഒരു അജ്ഞാതൻ ധാക്കയിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ മരണം സംഭവിച്ചത്. ഇയാളുടെ മരണം വാർത്ത പുറത്തു വന്നതോടുകൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകളും അനുയായികളും തെരുവിലേക്ക് ഇറങ്ങുകയും വൻ കലാപത്തിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശിനെ നയിക്കുകയുമാണ്. ഈ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി എന്നുള്ളത് അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവ് എന്നതിനപ്പുറം ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് ഭാരത വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഭാരതീയർക്കെതിരെയും എല്ലാം തന്നെ വിദ്വേഷപരമായ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുന്ന, ഭാരതത്തെ വിഘടിപ്പിക്കും, ഭാരതത്തിൻ്റെ വടക്കിഴക്കൻ മേഖല ഉൾപ്പെടെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കും തുടങ്ങിയിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇയാളെയാണ് ഡിസംബർ 12-ന് അജ്ഞാതർ വെടിവെച്ച് വീഴ്ത്തിയത്. ഇയാളുടെ മരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചതോടുകൂടിയാണ് വീണ്ടും ഒരു കലാപത്തിലേക്ക് ബംഗ്ലാദേശ് പോകുന്നത്. അവിടെ രൂക്ഷമായിട്ടുള്ള കലാപം നടക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിൽ ഭാരതം ഇതിനോടകം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കര സമുദ്ര അതിർത്തികളിൽ പെട്രോളിംഗ് വ്യാപിപ്പിച്ചു. കാരണം ഇത്തരത്തിലുള്ള കലാപം നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഭാരതത്തിലേക്ക് അധികമാകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ ബംഗ്ലാദേശ് അശാന്തി പടർത്തുമ്പോഴാണ് അവിടെ നിന്ന് ആളുകൾ ഭാരതത്തിലേക്ക് പലായനം ചെയ്യാറുള്ളത്. അത് തടയുന്നതിനും ഒപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അതിർത്തി മേഖലയിൽ സംഘർഷം ഒഴിവാക്കുന്നതിനുമുള്ള കർശനമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ നിലവിൽ ഭാരതത്തിൻ്റെ സൈന്യം സ്വീകരിക്കുകയാണ്. ബംഗ്ലാദേശ് സമുദ്ര അതിർത്തിയിലും കര അതിർത്തിയിലും ഒരുപോലെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നു. അവിടെ ഭാരതത്തിൻ്റെ എംബസി ആക്രമിക്കും എന്ന പ്രസ്താവനയിന്മേൽ ഡൽഹിയിൽ ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കുമെന്നും എംബസി ആക്രമിക്കുമെന്നും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തും എന്നുള്ള വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ആ പ്രസ്താവനകൾക്കും പ്രസംഗത്തിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ നീക്കമോ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കനത്ത തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രവർത്തനങ്ങളിലേക്ക് ഒരു കാരണവശാലും നീങ്ങാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, വിദ്വേഷവും പ്രകോപനപരവുമായിട്ടുള്ള പ്രസ്താവനകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ തുടരുകയാണ്. കൂടാതെ അവിടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കിടയിലുള്ള അതിക്രമവും തുടരുന്നുണ്ട്. കൃഷ്ണരാജ്. ജിഷ്ണു കൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ധാക്കയിലും ചിറ്റഗോങ്ങിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം തുടരുകയാണ്. ഭാരതവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയാണ് ആക്രമണങ്ങൾ എന്നത് എടുത്തു പറയണം. പക്ഷേ സമുദ്രാതിർത്തിയിലും കരാതിർത്തിയിലുമൊക്കെ ഭാരതം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.